കുറ്റം പറയാനും വഴക്കടിക്കാനും പരിഭവം പറയാനും വേണ്ടി മാത്രം സംസാരിക്കുക എന്നുള്ളത് വളരെ മോശം പ്രവണതയാണ്. പക്ഷേ ഈ ഒരു ക്ലബിൻ്റെ കാര്യം ഇങ്ങനെ പോവുകയാണെങ്കിൽ ക്ലബിൻ്റെ ആരാധകരെന്ന നിലയിൽ ഇതല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക്. ബ്ലാസ്റ്റേഴ്സിൻ്റെ ചില പൊസിഷനുകളിൽ വീക്ക് ലിങ്കുകളുണ്ട് എന്നുള്ളത് ഇന്നോ ഇന്നലെയോ തിരിച്ചറിഞ്ഞ കാര്യമല്ല. ആ പിഴവുകൾ എന്താണെന്ന് കണ്ടെത്തി പരിഹരിക്കുന്നതിന് പകരം ആരാധകരെ കളിപ്പിക്കാനുള്ള ചില ഗിമ്മിക്കുകൾ മാത്രമാണ് നമ്മുടെ അധികൃതർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിൻ്റെ അധികൃതരെ സങ്കടപ്പെടുന്നുണ്ട്. ഡാനിഷ് ഫെറോഫെട്ടിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞ് മടുത്തിട്ടുള്ളൊരു കഥയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ആവർത്തിച്ച് പറയുന്ന കഥകളിൽ ഒന്നാണ് സന്ദീപ് സിംഗിൻ്റേത്. സന്ദീപ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്ന സമയത്ത് മനോഹരമായിട്ടുള്ള ചില ഗോളുകൾ നേടിയിട്ടുണ്ടായിരുന്നു, മനോഹരമായിട്ടുള്ള ചില ക്രോസുകൾ നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റൈറ്റ് ബാക്കിൽ ഏറ്റവും വലിയ വീക്ക് ലിങ്ക്, അല്ലെങ്കിൽ പ്രതിരോധത്തിൽ തന്നെ ഏറ്റവും വലിയ വീക്ക് ലിങ്ക് നമ്മുടെ സന്ദീപാണെന്ന് പറയേണ്ടി വരും. ഒരു കാലത്ത് നമ്മളെല്ലാവരും ഹൃദയത്തിലെടുത്ത് വെച്ചിരുന്ന താരമായിരുന്നു സന്ദീപ് എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് അദ്ദേഹം ഫാർ പോസ്റ്റിലേക്ക് നൽകുന്ന ക്രോസുകളെല്ലാം നിയർ പോസ്റ്റിലേക്ക് ഉതിർക്കുന്ന ഷോട്ടുകളായി മാറുന്ന ഒരു ദുരവസ്ഥ. എന്തിനേറെ പറയുന്നു, ഇന്റർകാശിക്കെതിരെയുള്ള മത്സരത്തിൽ രോഹിത് ദാനുവിൻ്റെ മുന്നേറ്റങ്ങളെ പോലും ചെറുക്കുവാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. അദ്ദേഹത്തിന് മുന്നിൽ ഗ്യാപ്പ് കണ്ടാൽ അവിടേക്ക് പന്ത് കയറിയത് മുന്നോട്ട് പോകാനോ സപ്ലൈ ചെയ്യാനോ അദ്ദേഹത്തിന് കഴിയുന്നില്ല. ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു വിങ് ബാക്ക് എന്ന നിലയിൽ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാൻ സന്ദീപിനെ കൊണ്ട് കഴിയുന്നില്ല. ഇതൊരിക്കലും സന്ദീപിൻ്റെ കുറ്റം മാത്രമായിട്ട് കാണുന്നില്ല. അദ്ദേഹത്തിന് അമിതമായിട്ട് വർക്ക് ലോഡ് നൽകുന്ന മാനേജ്മെൻറ്റിൻ്റെ സൈഡിൽ നിന്നോ, അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കണം, ബ്ലാസ്റ്റേഴ്സിൽ വരുന്നത് വരെ നല്ല ഫോമിലുള്ള താരങ്ങൾ ബ്ലാസ്റ്റേഴ്സിൽ എത്തുമ്പോൾ എന്തുകൊണ്ട് മോശമാകുന്നു എന്നുള്ളത് താരങ്ങളുടെ മാത്രം പ്രശ്നമാണെന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം ഡാനിഷ് ഫെറോഫെട്ട് മംഗളൂരു എഫ് സിയിൽ കളിക്കുന്ന സമയത്ത് വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിനെ ബ്ലാസ്റ്റേഴ്സിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ പല താരങ്ങളുടെയും എണ്ണം നമുക്ക് എടുത്ത് കാണിക്കാൻ കഴിയും. എന്തുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ ഇവരുടെ പ്രകടനം മോശമാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താരങ്ങൾക്കപ്പുറത്ത് ഇവിടുത്തെ മാനേജീരിയൽ ഫാക്ടേഴ്സും അതിൻ്റെ കാരണങ്ങളാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം.